ഹായ് ഫ്രണ്ട്സ്, ഐ ആം ജോയ് തലക്കാടൻ. മൈ യൂട്യൂബ് ചാനൽ നെയിം ജോയ്സ് കിച്ചൻ. നിങ്ങൾക്ക് ഒരു ഈ മസാല, അതായത് മസാലപ്പൊടി, ചിക്കനോ എന്തിനു വേണം യൂസ് ചെയ്യാവുന്ന, മീറ്റിനോ എന്തിനു വേണം യൂസ് ചെയ്യാവുന്ന ഒരു മസാല പൊടിച്ചെടുക്കാനുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ചിലർക്ക് അറിയുന്നില്ല അതായത് എങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ചേർക്കണം, എങ്ങനെയൊക്കെ ചേർക്കണമെന്ന്. ഇപ്പോൾ എപ്പോഴും മസാല പൊടിക്കാനായിട്ട് ഞാൻ എപ്പോഴും നാച്ചുറൽ മസാല പൊടിക്കുന്നത്. നമ്മൾ മേടിക്കുന്ന മസാലകൾ അത്ര പോരാ. കാരണം കറക്റ്റായിട്ട് നാച്ചുറലല്ല, പല ഇതും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ സ്വന്തമായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റിയ ഇതേപോലത്തെ ഒരു മിക്സിയുടെ ഒരു പൊടിക്കണ ജാറ്, ഇതിനകത്താകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കൊള്ളും. ഇതിൻ്റെ തന്നെ ചെറുതിലാകുമ്പോൾ കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുണ്ടോ, ഇത്രയും പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അത് ഒരു 100 ഗ്രാം പെരിഞ്ജീരകം ഇതിനകത്ത് വരും. അതേപോലെ ഇത്രയും കരയാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ കറുകപ്പട്ട ഇത്ര എടുത്തിട്ടുണ്ട്. അതായത് കനം കുറഞ്ഞ ടൈപ്പ് കറുകപ്പട്ട കൂടുതൽ യൂസ് ചെയ്യുന്നത്, കാരണം ഇതിനകത്ത് ബ്ലോക്ക് ആവാണ്ടിരിക്കാനായിട്ട്. പിന്നെ ഏലക്കായ, അതിപ്പോൾ നമുക്ക് ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞാണെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. കാരണം മസാലയ്ക്ക് പൊടിക്കുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞാണ് പൊതുവെ കയ്യിലുണ്ടെങ്കിൽ നല്ലത്. ഫസ്റ്റ് ക്വാളിറ്റി യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അതേപോലെ കുറച്ച് തക്കോലം സ്റ്റാർ യൂസ് ചെയ്യണം. പിന്നെ ബേ ലീഫ് ഞാൻ കുറച്ച് ഇതേപോലെ ഉണക്കിയത്, ഇതൊന്ന് പിച്ച് കീറി അതിനകത്ത് ഇടണം, അല്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. ഇത്ര ഐറ്റംസാണ് ഇതിനകത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. കറുകപ്പട്ടയും പെരിഞ്ജീരകവും ഇത് കൊമ്മിൻ സീഡ് വലിയ സൈസ്, ഇത് അതിനകത്തേക്ക് കൂടുതൽ ചേർക്കുമ്പോഴാണ് ഇതിന് ചേർക്കണം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. ഏലക്കായും കുറച്ച് അധികം ചേർക്കാൻ ഞാൻ എത്രയാണ് ചേർത്തിരിക്കുന്നത്, ഇതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച്. ഇത് എങ്ങനെ പൊടിച്ചെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നമ്മൾ ഈ മിക്സിക്കകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ മിക്സിക്കകത്തേക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇതൊക്കെ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഉണ്ടോ, ഇങ്ങനെ പൊതിഞ്ഞോണ്ട് ഇത് അതിനകത്തേക്ക് ഇടുക, അതിൻ്റെ ബ്ലേഡ് ബ്ലോക്ക് ആവാതിരിക്കാനായിട്ട്. അതേപോലെ ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്നോട്ട് പൊടിച്ചെടുക്കുക. അപ്പം നമുക്കത് എല്ലാത്തിനും യൂസ് ചെയ്യാം. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ മസാല എന്ന് പറയുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത് ചിലപ്പം പിന്നെ നമുക്ക് ചെറിയ ജീരകമല്ലേ, അത് ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ ഒത്തിരി ഡിഫറൻറ്റ് വരും. നമുക്ക് എല്ലാത്തിലും അത് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഈ മസാലപ്പൊടി നമ്മളെപ്പോഴും നല്ല നാച്ചുറലായി പൊടിച്ചെടുക്കുന്ന എല്ലാ ഐറ്റംസാണ് നമുക്ക് നല്ല. പക്ഷേ മല്ലി, മുളക്, മഞ്ഞളൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പൊടിക്കുന്നിടത്ത് മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. റെഡിമെയ്ഡ് മാക്സിമം കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നല്ലതാണ്. കാരണം അതിനകത്ത് അത്ര നല്ലതല്ല സാധനങ്ങൾ, അങ്ങനെ ശരീരത്തിന് ഹെൽത്തി അല്ല അങ്ങനെ റെഡിമെയ്ഡ് ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ മസാല പൊടിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ നാട്ടിലുള്ളവരാണെങ്കിൽ, അല്ല വിദേശത്തുള്ളവരാണെങ്കിൽ നാട്ടിൽ പോകുന്ന സമയത്ത് പൊടിക്കുന്നിടത്ത് നിന്ന് മസാല പൊടിച്ചത് മേടിച്ചെടുക്കുക. അത് നല്ലോണം ഭദ്രമായിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ അതിൻ്റെ എയർ പോകാണ്ടിരുന്ന അതിൻ്റെ മണവും കാര്യങ്ങളൊന്നും പോവില്ല. ഉണ്ട്, ഇതേപോലെ നമ്മളൊന്ന് ഇറക്കി ചെയ്ത് അതിനകത്ത് കിട്ടാൽ മതി. അങ്ങനെ പൊടിച്ചെടുക്കാം. കണ്ടോ, മസാല അങ്ങനെ നല്ല രീതിയിൽ പൊടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഈ മസാല പൊടി നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ, പിന്നെ കുഴപ്പമില്ല. നമുക്ക് വിശ്വസിച്ച് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ നല്ല സ്മെല്ല് കിട്ടും, നല്ല ഗുണം കിട്ടും, വയറിന് നല്ലതാണ്. അപ്പം നിങ്ങളതേപോലെ ട്രൈ ചെയ്യുക.